വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറേ ബിൽഡിങ്ങുകളും കുറേ ബസ്സും കുറേ ആക്ടിവിറ്റീസും ഒക്കെ കൊണ്ടുവരിക, കുറേ റീഫോംസൊക്കെ കൊണ്ടുവരിക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ എത്ര കണ്ട് കുട്ടികളിലേക്ക് അല്ലെ കുട്ടിയെ സെൻറ്റർ ചെയ്തുകൊണ്ടാണ് ഈ ചിന്തകളൊക്കെ, ഈ ചർച്ചകളൊക്കെ, ഈ പരിഷ്കാരങ്ങളൊക്കെ കുട്ടിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ സെൻറ്റേർഡായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻറ്റേർഡായിട്ടും അല്ലെങ്കിൽ നമുക്ക് കയ്യടി വാങ്ങിക്കാനും നമുക്ക് ഫ്ലെക്സിൽ കയറാനും ഒക്കെയുള്ള പരിഷ്കാരങ്ങളായിട്ടാണ് എത്ര കണ്ട് കുട്ടികൾക്ക് ഈ പരിഷ്കാരങ്ങളുടെ ഗുണം കിട്ടുന്നുണ്ട്. വീട്ടിലും അതുപോലെ തന്നെയാണ്. പേരൻറ്റിങ്ങിൽ നിങ്ങൾ ഭയങ്കരമായിട്ടങ്ങ് പേരൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഭയങ്കര അച്ഛനും ഭയങ്കര അമ്മയൊക്കെയാണ്. ഹൗ മച്ച് ഹാപ്പി യുവർ ചിൽഡ്രൻ ആർ, അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നതല്ല എന്നാണ് കണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനോ ആലോചിക്കാനോ അനലൈസ് ചെയ്യാനുമാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പം വലിയ ആഘോഷമാണ്, വലിയ അലങ്കാരങ്ങളെല്ലാം ഉണ്ട്, വലിയ പാട്ട്, വലിയ ശബ്ദം, വലിയ ഡാൻസ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ധാരാളം ഗസ്റ്റുകളൊക്കെ കടന്നു വരുന്നു. എല്ലാവരും വലിയ വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ആഘോഷത്തിമിർപ്പിലിങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുന്നു, സമ്മാനങ്ങളെല്ലാം ആഹാരമൊക്കെ കഴിക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടൊരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്, ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞിനെ കാണാനില്ല. അതൊരു 3 വയസ്സുള്ളൊരു കുഞ്ഞാണ്, അതിനെ കാണാനില്ല. അപ്പം കുഞ്ഞെവിടെ പോയി എന്നെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് കുഞ്ഞിനെ കാണുന്നില്ല. എല്ലാവരും കുഞ്ഞിനെ നോക്കുന്നു, അവിടെ എല്ലാം തിരക്കുന്നു, കുഞ്ഞിനെ കാണുന്നില്ല. എല്ലായിടത്തും അന്വേഷിക്കുന്നു, കുഞ്ഞിനെ കാണുന്നില്ല. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞ് അവിടെ ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇത് ഈ പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്തിന് മുമ്പേ ആ കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ മേളിലോട്ട് ഇങ്ങനെ സമ്മാന പൊതികളെല്ലാം കൊണ്ടുവച്ച് ഈ കുഞ്ഞ് അതിൻ്റെ താഴെ ശ്വാസം മുട്ടി മരിക്കാറായ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ പല കുഞ്ഞുങ്ങളെ പറ്റിയുള്ള പല ആഘോഷങ്ങളും നടക്കുന്നത്. ഞാൻ ഈ കഥ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയുള്ളതാണ്, അല്ലെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആഘോഷവുമാണ്. പക്ഷെ അവിടെ മറന്നുപോയത് കുഞ്ഞിനെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പോൾ അതിന് പല സ്പീക്കേഴ്സും അവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഊഴം വരുന്നതേ ഉള്ളൂ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ വിദ്യാഭ്യാസത്തിൽ നടക്കേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചെല്ലാം ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് പറയുന്നു, അതിനെക്കുറിച്ച് പറയുന്നു, ഇതിനെക്കുറിച്ച് പറയുന്നു, നടത്തേണ്ട ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രം ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഇന്നിപ്പോൾ അല്പം മുമ്പാണ് ഒരു സ്കൂള് നടത്തുന്ന ആ സ്കൂളിൻ്റെ ഉടമസ്ഥരായ 2 പേർ എന്നെ കാണാനായിട്ട് വന്നു. അപ്പോൾ അവിടെയും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അവരുമായിട്ടുള്ള ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയത്, കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടാവുന്നില്ല. ഇതാണ് ഈ വിദ്യാഭ്യാസത്തിൽ നടക്കുന്ന പരിഷ്കാരങ്ങളുടെ എല്ലാം ഒരു ദാരിദ്ര്യമായിട്ട് കാണുന്നത്. അത് വീട്ടിലെ ചിന്തകളിലാണെങ്കിലും സ്കൂളിലെ ചിന്തകളിലാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കണം. ഒരു നല്ല വിദ്യാഭ്യാസം ശ്രദ്ധിച്ച ഒരാളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എമ്പതി എന്ന് പറയുന്നൊരു ക്വാളിറ്റിയാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കൂള് വിദ്യാഭ്യാസം ഓർഗനൈസ് ചെയ്യുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ, നമ്മൾ കുഞ്ഞുങ്ങളെപ്പറ്റി കുറേ കുറ്റമാണ് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ശരിയല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ കുഴപ്പമുണ്ട്, കുട്ടികൾക്ക് ഈ കുഴപ്പമുണ്ട്. എവിടെയാണ് ഇതിൻ്റെ തകരാറെന്ന് പറയുന്നത്? നമുക്ക് കുട്ടികൾക്ക് അറിവ് വേണം. കുട്ടികൾക്ക് അറിവ് വേണമെങ്കിലുള്ള പ്രശ്നം എന്താ? കുറേ ബ്ലണ്ടായിട്ട് കുറേ അറിവ് കൊടുത്താൽ ആ കുട്ടികൾക്ക് ആ അറിവ് ഉണ്ടാവും. ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളെ അറിവിലേക്ക് ആസ്വദിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കരിക്കുലമൊക്കെ. പ്രത്യേകിച്ച് നല്ല കഥകളൊക്കെ പറഞ്ഞ് അവരെ ആ അറിവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അവർക്ക് പരിചയമുള്ള ജീവിതത്തിൽ ആ അറിവിൻ്റെ കണക്ഷൻസ് എങ്ങനെ കൊണ്ടുവരാം,
അതാണ് പ്രധാനമായിട്ട്. ഇപ്പോൾ ഒരു സസ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവർക്കറിയാവുന്ന പ്രകൃതിയിലെ സസ്യങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് വേണം അത് പഠിപ്പിക്കാനായിട്ട്. മൃഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവർക്കറിയാവുന്ന ആ ലോകത്തെ പരിചയപ്പെടുത്തി വേണം അത് പഠിപ്പിക്കാനായിട്ട്. നമ്മൾ ഏത് കാര്യം പഠിപ്പിക്കുമ്പോഴും അവർക്ക് അവരുടെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് അവരെ അറിവിലേക്ക് ക്ഷണിക്കുമ്പോഴാണ് അവരത് സ്വീകരിച്ചുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നത്. ഇത് ബ്ലണ്ടായിട്ട് കുറേ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണം, ഒരു വികാരവും ഇല്ലാതെ കുറേ കാര്യങ്ങളിങ്ങനെ പഠിപ്പിച്ചത് കാണാതെ പഠിപ്പിച്ച്. ആദ്യമൊക്കെ പേടി കൊണ്ട് കുട്ടികൾ പഠിക്കുമെങ്കിൽ കാലക്രമേണ കുട്ടികൾക്ക് അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെടുകയും അവർക്ക് പഠിത്തം ഒരു ഭാരമായി തീരുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് അറിവ് കൊടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ തന്നെ ആസ്വാദ്യകരമാക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. കിൻഡിലിങ് ദ ജോയ് ഓഫ് ലേണിംഗ്. കുഞ്ഞുങ്ങളിൽ അത് പിന്നെ തീ ഒന്ന് കത്തിച്ചെടുക്കണം. അപ്പോൾ അതിനെ ഒന്ന് ചൂടാക്കി കൊണ്ടുവരണം. അപ്പോൾ ആ തരത്തിൽ അറിവ് കുട്ടികളിൽ കൊടുക്കാൻ പറ്റും. ഏറ്റവും ഭയാനകമായ ഒരു കാര്യം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. വായന എന്ന് പറയുന്നൊരു ശീലമില്ല. ഒരുപക്ഷെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്ക് വായിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ആ വായിച്ച കാര്യങ്ങൾ അവരെ കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യിക്കുകയും അത് എഴുതിയാണേലും പറഞ്ഞാണേലും ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ പരീക്ഷകളിലൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. ഇന്ന് കുറേ നോട്ട്സ് എല്ലാം കൊടുത്ത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണാതെ പഠിപ്പിച്ചൊക്കെ എടുക്കുന്നതിന് പകരം അവർ വായിക്കുന്ന കാര്യങ്ങൾ, വായിക്കാനൊക്കെയുള്ള പ്രായം ആയിക്കഴിഞ്ഞാൽ ഒരു 7-8 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞു കുട്ടികൾക്ക് ചെറുതായിട്ട് വായിക്കാനൊക്കെ അവസരങ്ങൾ കൊച്ചു അവർക്ക് വായിക്കാവുന്ന ലെവലിലുള്ള പുസ്തകങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിച്ച് അവർ വായിച്ച കാര്യങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് വെർബലായിട്ടാണേലും റൈറ്റിങ്ങിലാണേലും. അപ്പോൾ ഇവരുടെ ഇത്തരം കഴിവുകളെല്ലാം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്ന നല്ല ഈ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്കൂളുകളെ അല്ല ഞാൻ പറയുന്നത്, ഒരു അതിൻ്റെ താഴെയുള്ള സെക്കൻഡ് ലൈനിൽ നിൽക്കുന്ന സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ 10-12 കൊല്ലം പഠിച്ചിട്ട് പോലും പല കുട്ടികൾക്കും വൃത്തിയായിട്ട് ഒരു ഇംഗ്ലീഷ് പറയാനും ഒന്നും അവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ പലപ്പോഴും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവുന്നില്ല. എഴുതാനുള്ള കഴിവ്, പല കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല. എഴുതാൻ അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് എഴുതിക്കുന്നില്ല. അവർക്ക് എഴുതാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നില്ല, അവർക്ക് എഴുതാനുള്ളൊരു സ്പേസ് കൊടുക്കുന്നില്ല. തെറ്റുകൾ വരുത്തട്ടെ. കുട്ടികളെ ഈ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകർ തന്നെ ഒരു രോഗാവസ്ഥയാണ്. അതൊക്കെ ഒരു രോഗാവസ്ഥയാണ്. കാരണം ഒരു കുട്ടി എഴുതുമ്പോൾ അതിന് തെറ്റ് വരും, അതിന് പറയുമ്പോൾ തെറ്റ് വരും. ആ തെറ്റുകളൊക്കെ ഓക്കെയാണ്. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അത് വലിയ തെറ്റുകൾ വരുത്തുന്ന കുട്ടികളും ചെറിയ തെറ്റുകൾ തെറ്റൊന്നും വരുത്താത്ത കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് വരുത്തുന്ന കുട്ടിയായിരിക്കും നാളെ ചിലപ്പോൾ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരാളായിട്ട് മാറുന്നത്. അപ്പോൾ മിസ്റ്റേക്സൊക്കെ വരുത്താൻ അവരെ അനുവദിക്കുക, അതിനെ പരിഹസിക്കാതിരിക്കുക, അതിനെ ആക്ഷേപിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക. അതുപോലെ അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് വളരെ ആവശ്യമായൊരു കാര്യമാണ്. കുട്ടികൾ നല്ല ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കുറവായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരത് മറ്റുള്ളവരോട് പറയും. ഇമോഷണലി ഡെവലപ്ഡായ ഒരാൾ അവരുടെ നീഡ്സ് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അപ്പോൾ ഇമോഷണലി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരണം കുട്ടികളെ. മനുഷ്യരുമായിട്ട് ഇടപെടാനൊക്കെയുള്ള കഴിവ് അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇമോഷണലി അവരെ ഒന്ന് കരയാനും ചിരിക്കാനും അവർക്കൊരു ദേഷ്യം കാണിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. ദേഷ്യം കാണിക്കുന്നതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഇച്ചിരി അരഗൻ്റായിട്ട് ഇടപെട്ടാൽ അത് കുഴപ്പമാണ്. അല്ല, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഉണ്ടാവട്ടെ. അതെല്ലാം അവരുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് അവരെ സഹായിക്കുന്നൊരു പ്രക്രിയയാണ്. കുട്ടികൾക്ക് കളികൾ ആവശ്യമാണ്. ഫിസിക്കലായിട്ടുള്ള ഓടിച്ചാടിയുള്ള കളികൾ കുട്ടികൾക്ക് ആവശ്യമാണ്. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന്, മെൻ്റൽ ഡെവലപ്മെൻറ്റിന്, ഇമോഷണൽ ഡെവലപ്മെൻറ്റിന്, ഫ്രണ്ട്ഷിപ്പിന്, പ്രകൃതിയുമായിട്ടൊക്കെ ഇടപഴകാനൊക്കെ അവർക്ക് കളികൾ ആവശ്യമാണ്, കലകൾ ആവശ്യമാണ്. കലകൾ, നല്ല കലകൾ മനുഷ്യനെ കൂടുതൽ സംസ്കരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കലകൾ പല കുട്ടികളിലും ഇല്ല. അപ്പോൾ സ്കൂൾ കരിക്കുലമൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഈ കലയെന്നൊക്കെ പറയുന്നത് എവിടെയോ കൊണ്ട് മൂലയ്ക്ക് ചാരി വെച്ചിരിക്കുകയാണ്. എന്തോ ഒരു ചെറിയ പരിപാടി നടത്താനായിട്ടൊക്കെ തട്ടിക്കൂട്ടി ചില കലകളല്ല. കുട്ടികൾക്ക് ചെറിയ പ്രായം മുതലേ കലകളൊക്കെ ആസ്വദിക്കാൻ, അതിൽ ഇടപെടാൻ മാത്രമല്ല, അല്ലെങ്കിൽ അതിൽ കോമ്പീറ്റ് ചെയ്യാനും മത്സരിക്കാനും പ്രൈസ് വാങ്ങിക്കാനും ഒന്നുമല്ല. നേരെ മറിച്ച് അതൊക്കെ ആസ്വദിക്കാൻ, ഓരോ കലകളും ആസ്വദിക്കാൻ, അതൊക്കെ കേൾക്കാൻ ഒക്കെയുള്ള സന്തോഷകരമായ മനുഷ്യനുമായിട്ടുള്ള ഇടപെടലുകൾ. ഒരു ക്ലാസ് റൂം ആകണമെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയം വരികയും അവർക്ക് നല്ല സൗഹൃദങ്ങളുണ്ടാവുകയും നല്ല സ്നേഹപ്രകടനങ്ങളുണ്ടാവുകയും ഒരുമിച്ച് പല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഏറ്റക്കുറച്ചിലുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചും ക്ഷമിച്ചും
അങ്ങനെ ഒരു നല്ല മനുഷ്യനാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് പിന്നെ ഒരു ക്ലാസ് റൂം എന്നൊക്കെ പറയും. ഇത്തരം പരിപാടികളൊന്നും പലയിടത്തും നടക്കുന്നില്ല. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, കുട്ടികൾ തമ്മിലുള്ള ഒരു ഇടപെടലിനുള്ള അവസരങ്ങൾ എന്തും വേണ്ടി ക്ലാസ് മുറികളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ ചെറിയ പാഠങ്ങൾ കുഞ്ഞുനാൾ മുതലേ പഠിപ്പിച്ച് തുടങ്ങണം. അച്ഛൻ, അമ്മ, ബന്ധങ്ങൾ, സ്നേഹം, കരുതൽ, സഹിഷ്ണുത, ഇതൊക്കെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കാനായിട്ട് നമുക്ക് അത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിക്കൊരു അസുഖം ഉണ്ടായി, ആ അസുഖത്തെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്യണം. ആ കുഞ്ഞ് ഇന്ന് വേദന അനുഭവിക്കുന്നുണ്ട്, അപ്പോൾ അത് പിന്നെ നമുക്ക് അവരോടൊരു അടുത്ത ദിവസം വരുമ്പോൾ ആ കുട്ടിയോട് അതിനൊരു, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ കുട്ടിക്കൊരു ആശംസ അറിയിക്കണം. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും വിജയിച്ചു വരുന്നു, അതിനെ ഒന്ന് അനുമോദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരു പ്രയാസം ഉണ്ടായി, ആ പ്രയാസത്തിൽ ചേർന്ന് നിൽക്കാൻ ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ നല്ല മൂല്യങ്ങൾ. ഇത്തരം മൂല്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള വലിയ അവസരങ്ങളുണ്ട്. അതുപോലെ പ്രകൃതി ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. പ്രകൃതിയിൽ നിന്ന് നമ്മുടെ പ്രകൃതത്തിലേക്ക് പകരപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ എത്രയോ മൂല്യങ്ങൾ, എത്രയോ വലിയ സംസ്കാരം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രകൃതിയൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. സസ്യങ്ങളെയും പിന്നെ പക്ഷിമൃഗാദികളെയും സർവ്വചരാചരങ്ങളെയും പറ്റിയൊക്കെയുള്ള ജീവിത കാഴ്ചപ്പാടുകൾ കുഞ്ഞുങ്ങളിലുണ്ടാകണം. അപ്പോൾ കുഞ്ഞുങ്ങളെ പിന്നെ അവരുടെ വിഷമങ്ങൾ, അവരുടെ പേടികൾ, അവരുടെ ആങ്സൈറ്റികൾ, അവരുടെ ആകുലതകൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? പലപ്പോഴും മുതിർന്നവർ അവരുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് എംപതൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കുഞ്ഞിൻ്റെ ഒരു കൊച്ചു വേദന കുഞ്ഞിന് വലിയ വേദനയാണ്. അത് പ്രായമുള്ള ഒരാൾക്കത് വേദനയായിട്ട് തോന്നുന്നില്ല. എന്തിൻ്റെ കുറവാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരുപാട് കുറവുകൾ കുഞ്ഞുങ്ങൾക്കുണ്ട്. കുഞ്ഞിന് സ്കൂള് കംഫർട്ടബിൾ ആകുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ആ കുട്ടിയെ എംപതൈസ് ചെയ്യണം, ആ കുട്ടിയുടെ വികാരങ്ങളെ വാലിഡേറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം പറയാം, ഇന്ന് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷമങ്ങളിലും വേദനകളിലും നമ്മൾ എത്ര കണ്ട് അവരെ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു, അതനുസരിച്ചിട്ടാണ് ഒരു കുഞ്ഞ് വളർന്നു വന്ന് ഈ ലോകത്തോട് ആ കുഞ്ഞ് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് അതാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ എമ്പതി ഉണ്ടാകുന്ന എപ്പോഴാണ്? അതിൻ്റെ കൊച്ചു കൊച്ചു വേദനകളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ നമ്മൾ അതിൻ്റെ ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ചുറ്റുമുള്ളവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ താലന്തുകളെയും അവരുടെ കഴിവുകളെയും ഒക്കെ കണ്ടെത്തി അവരാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവർ അതിൽ നിന്ന് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇന്ന് സമൂഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറയുന്നു. കാരണം എന്താ? പലരും അവരെ സ്വയം കണ്ടെത്തിയില്ല, അവർക്കിഷ്ടമുള്ളിടത്തല്ല അവരെത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോകത്തൊന്നും കൊടുക്കാനുമില്ല. അപ്പോൾ ആ ഒരു ദാരിദ്ര്യത്തിലേക്കല്ല വിദ്യാഭ്യാസം സഞ്ചരിക്കേണ്ടത്. അത് പേരൻറ്റിങ്ങിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുഞ്ഞുങ്ങളിലെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ചൈൽഡ് സെൻറ്റേർഡായിട്ട്. കുട്ടികൾക്ക് ഇന്ന് ഒത്തിരി പരിമിതികളുണ്ട്. പഴയൊരു ലോകത്തല്ല കുഞ്ഞുങ്ങളൊരു ചെറിയ ലോകത്തു നിന്നാണ് സ്കൂളിലേക്ക് പോലും വരുന്നത്. അപ്പോൾ ഒരുപാട് ഡെഫിഷ്യൻസി സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുണ്ട്. വീടുകളിലും ഒരുപാട് പരിമിതികളുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ ഈ ന്യൂ ജനറേഷൻ്റെ പല പ്രശ്നങ്ങളിലും പെട്ട് കിടക്കുകയാണ്. അല്ലെ, അവർ സെറ്റിൽഡ് ആയിട്ടില്ല. അവരിൽ ഒരുപാട് ആകുലതകളും ടെൻഷൻസും ഉണ്ട്. ഇപ്പോൾ രാജ്യത്തും സമൂഹത്തും ഒക്കെയുള്ള ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു വലിയ ഇമ്പാക്റ്റ് യങ് പേരൻസിലുണ്ട്. അപ്പോൾ ആ പേരൻറ്റ് തന്നെ ഒരു രോഗാവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുട്ടിയിൽ എങ്ങനെയാണ് ഒരു കംഫർട്ടബിലിറ്റി ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പിടിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല സന്തോഷമുള്ള ഒരു യുവതലമുറ രൂപപ്പെട്ടു വരുള്ളൂ. തലമുറകളെക്കുറിച്ച് ചിന്ത നമുക്ക് വേണം. പിന്നെ പല മാതാപിതാക്കളും ഒരു ഗൈഡൻസൊക്കെ വേണ്ടവരാണ്. കുഞ്ഞുങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പേരൻസ് ഒരു ഗൈഡൻസ് എടുക്കണം. സ്കൂളിലൊക്കെ കുട്ടികൾ ഹാപ്പി അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിന് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞ പോലെ, സാറേ ട്രെയിനിങ്ങിന് വന്നത് ഒരു സെലിബ്രിറ്റിയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. സെലിബ്രിറ്റികളൊന്നും അല്ല ട്രെയിനിങ് കൊടുക്കേണ്ടത്. കുട്ടികളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയുന്ന ആൾക്കാരാണ് നിങ്ങളുടെ അധ്യാപകരെ പരിശീലിപ്പിക്കേണ്ടത്. എന്നാൽ മാത്രമേ അധ്യാപകരെ ആ ഒരു കഴിവിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അധ്യാപകർക്ക് നല്ല പരിശീലനങ്ങൾ കിട്ടാത്ത സ്കൂളുകളൊക്കെ വലിയ ദുരന്തമാണ്. മാതാപിതാക്കൾ പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ നേടിയെടുക്കണം. കാരണം നിങ്ങളുടെ കുട്ടി കംഫോർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി കംഫോർട്ടബിൾ അല്ലാത്തതിന് കുട്ടിയെ വിരട്ടിയും കുട്ടിയോട് ദേഷ്യം കാണിച്ചും അതൊന്നും അധികം കാലം മുമ്പോട്ട് പോവില്ല. അതൊക്കെ ബാക്ക് ഫയർ ചെയ്യും, വലിയ കുഴപ്പത്തിലേക്ക് വരും. ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസവും കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന പേരൻറ്റിങ്ങുമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. വെൻ യു റെസ്പെക്റ്റ് ചിൽഡ്രൻ, ദേ ബിക്കം ഹാപ്പി ആൻഡ് ദേ ഡെവലപ്പ് ബ്യൂട്ടിഫുൾ.
അവർ ഹാപ്പി ആയിട്ട് മാറുന്നതും ബ്യൂട്ടിഫുള്ളായി മാറുന്നതും ഒക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ്, അവർക്ക് വാല്യൂ കിട്ടുമ്പോഴാണ്, അവർക്ക് ഡിഗ്നിറ്റി കിട്ടുമ്പോഴാണ്. അതുകൊണ്ട് ഈ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ പോലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ആഘോഷത്തിൽ പോലും കുട്ടിയില്ല. കുട്ടി മരിച്ചു കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഓപ്പറേഷൻ സക്സസ്ഫുൾ, പേഷ്യൻ്റ് ആയിട്ടെന്ന് പറയാറുണ്ട്. അതുപോലെ ആക്കി വെക്കരുത് നമ്മുടെ പരിപാടികൾ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു, സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലിവിങ്.